ഇവിടെ ഇപ്പം പല രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം ഫേക്കായിട്ടുള്ള കുറേ കോളുകളൊക്കെ വരുന്നുണ്ട്. ഞങ്ങളുടെ ചിഹ്നവുമായി ബന്ധപ്പെട്ടിട്ട് എത്രാമത്തെ ചിഹ്നമാണ് എന്നുള്ള ബന്ധപ്പെട്ടിട്ടൊക്കെ. അപ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ കൊടിയ ശ്രമം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് സ്ഥാനാർത്ഥിയായിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസം തരുന്നൊരു കാര്യമാണ്. പ്രചാരണത്തിലേക്കിലാണ് പേരാമ്പ്രയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫാത്തിമ ദഹ്ലിയ. എങ്ങനെയാണ് ഈ അവസാന നിമിഷങ്ങളിലെ പ്രചാരണം, ഒപ്പം തന്നെ പ്രതീക്ഷകൾ? വളരെ ആവേശത്തോടെ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ലാൻഡ് ചെയ്തത് എങ്ങനെയാണോ ആ എനർജിക്ക് ഒരു കുറവുമില്ല. ഇന്നലെ ഞങ്ങളെ റാലിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇപ്പോൾ ഇവിടെ സാംസ്കാരിക സദസ്സാണ് നടക്കുന്നത്. അത് മാർക്കറ്റിൽ, പേരാമ്പ്ര മാർക്കറ്റിൽ ഒരു സാംസ്കാരിക സദസ്സ് നടക്കുകയാണ്. വളരെ ഹാപ്പി ആയിട്ട് ആളുകളെല്ലാം ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനി പോളിംഗ് ബൂത്തിലേക്ക് പോയാൽ മതി. അനൗൺസ്മെന്റ് വിവാദം അവസാനിച്ചു എന്നാണ് LDF പറയുന്നത്. അതങ്ങനെ അവസാനിക്കുന്ന കാര്യമല്ലല്ലോ. അവർ ഈ മണ്ണിൽ ഒരു പോറലേൽപ്പിച്ചിരിക്കുകയാണ്. അത് പോറലേൽക്കാതെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിയമപരമായിട്ട് തന്നെ നേരിട്ടിട്ടുണ്ട്. അതിപ്പോൾ സംസാരിക്കേണ്ട വിഷയമല്ല. ഈ നാട്ടിലെ ആളുകളോട് ഇവിടുത്തെ ജനക്ഷേമവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇവിടുത്തെ വികസന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കേണ്ടത്. ആ വിഷയത്തിൽ നിയമ നടപടി തുടരും. ഞാൻ പറഞ്ഞല്ലോ, അത് നിയമ നടപടി എൻ്റെ ടീം, എൻ്റെ ലീഗൽ ടീം ആ കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ അവസാന നിമിഷങ്ങളിൽ നമ്മുടെ വോട്ടർമാരോട് പറയുന്നത്? ഇവിടെ ഇപ്പം പല രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം ഫേക്കായിട്ടുള്ള കുറേ കോളുകളൊക്കെ വരുന്നുണ്ട്. ഞങ്ങളുടെ ചിഹ്നവുമായി ബന്ധപ്പെട്ടിട്ട് എത്രാമത്തെ ചിഹ്നമാണ് എന്നുള്ള ബന്ധപ്പെട്ടിട്ടൊക്കെ. അപ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ കൊടിയ ശ്രമം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് സ്ഥാനാർത്ഥിയായിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസം തരുന്നൊരു കാര്യമാണ്. നീതിപൂർവമായിട്ടുള്ള തെരഞ്ഞെടുപ്പല്ലേ വേണ്ടത്, പൊളിറ്റിക്കൽ ഫൈറ്റ് അല്ലേ വേണ്ടത്. അവിടെ എന്തിനാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നത് എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും അതിനൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ജനത തന്നെയാണ് ഈ പേരാമ്പ്രയിലുള്ളത്. ജമാഅത്ത് ഇസ്ലാമിയുടെ നോമിനിയാണ് ഫാത്തിമ എന്ന് LDF പറയുന്നുണ്ട്. അത് കഴിഞ്ഞില്ലേ? എത്ര കാലമായി ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിന് മറുപടിയും കുറേ പറഞ്ഞതാണല്ലോ. അവരിപ്പോഴും അതിനകത്തൊന്നും മാറിയിട്ടില്ല. അത് അവർ മാറാത്തത് അവരെ പ്രശ്നം. ആളുകൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. എത്ര പ്രതീക്ഷകൾ, അതായത് ഒരു ഭൂരിപക്ഷം? ശതമാന പ്രതീക്ഷ പറയേണ്ടത് ഞാനല്ല, ആളുകളോട് ചോദിക്കുക, അവർ പറയട്ടെ. അല്ലാതെ ഞാൻ സംസാരിക്കുന്നത് ശരിയല്ല. എന്തായാലും വലിയ പ്രതീക്ഷയില്ല. 100%. എന്താ സംശയം? പേരാമ്പ്രയിൽ ഒരു അട്ടിമറി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഫാത്തിമ പങ്കുവെക്കുന്നത്. കോഴിക്കോട് നിന്ന് നിഖിലിനൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.